ഇവിടെ നമ്മൾ കഴിഞ്ഞു നിർത്തിയത് തീരെ നോക്കിയിട്ട് ഒരു അഡ്വാൻസ് ലെവലുള്ള അടുത്ത ഹെഡിങ് കൊടുക്കാം, ഫങ്ഷൻസ് ഓഫ് OSPF. ഫങ്ഷൻസ് ഓഫ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റൗട്ടർ ആദ്യം അയക്കുന്ന മെസ്സേജ് എന്താണ്? നൈബേഴ്സിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അയക്കുന്ന മെസ്സേജ് എന്താണ്? ഹലോ മെസ്സേജ്. ഹെല്ലോ മെസ്സേജ്. എത്ര സെക്കൻഡ് കൂടുമ്പോൾ? 10 സെക്കൻഡ് കൂടുമ്പോൾ നൈബറിലോട്ട് ഹെല്ലോ മെസ്സേജ് അയക്കും. ഈ ഹെല്ലോ മെസ്സേജ് ആദ്യം ആരായിരിക്കും അയക്കുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോ ഇവിടെ DBD, ഡാറ്റ ബേസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം പാസ്സാവും. ശ്രദ്ധിക്കുക, DBD, ഡാറ്റാബേസ് ഡിസ്ക്രിപ്ഷൻ. അപ്പോ അത് എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കുന്ന കാര്യം, ആരെങ്കിലും ഒരാളല്ലേ ആദ്യം മെസ്സേജ് അയക്കേണ്ടത്. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാതെ അവിടെ നൈബർഷിപ്പ് ഫോം ആവുമോ? ഇല്ല. അപ്പൊ അതിൽ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്, അതിന്റെ രീതി എങ്ങനെയെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം നോക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റിയാണ്. നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് റൗട്ടേഴ്സിന്റെയും പ്രയോറിറ്റി നോക്കും. പ്രയോറിറ്റി ബൈ ഡിഫോൾട്ട് രണ്ട് റൗട്ടേഴ്സിന്റെ എന്തായിരിക്കും? OSPF ആയതുകൊണ്ട് ഡീഫോൾട്ട് 1 ആയിരിക്കും. അപ്പൊ 1 വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനകത്ത് ആരാണ് മെയിൻ മീൻസ് ആരാണ് മാസ്റ്റർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസിഡർ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹയസ്റ്റ് റൗട്ടർ ID. ഈ കാണുന്ന ടോപ്പോളജിക്കകത്ത് ഹയസ്റ്റ് റൗട്ടർ ID ആർക്കാണ്? റൗട്ടർ ID എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റൗട്ടർ ID ഓട്ടോമാറ്റിക്കലി എലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കുന്ന ക്രൈറ്റീരിയ ആ റൗട്ടറിനകത്ത് ലൂബാക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. R1 കേസിൽ ചെക്ക് ചെയ്തപ്പം ഒരു ലൂബാക്ക് ഇന്റർഫേസും ഉണ്ട്, ഒരു ഫിസിക്കൽ ഇന്റർഫേസും ഉണ്ട്. അപ്പൊ ലൂബാക്ക് ആണോ ഫിസിക്കൽ ഇന്റർഫേസ് ആണോ ആദ്യം ചൂസ് ചെയ്യാം? ലൂബാക്ക്. അപ്പൊ ലൂബാക്ക് നോക്കുന്ന സമയത്ത് R1 ലൂബാക്കിന്റെ IP എത്രയാണ്? 1.001 ആണ്. R2 റൗട്ടർ ID നോക്കുമ്പോൾ എത്രയാണ്? 3.001 ആണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് ആർക്കാണ് ഹയസ്റ്റ് റൗട്ടർ ID? നമ്മുടെ R2 പറയുന്ന റൗട്ടർ. അപ്പൊ R2 റൗട്ടർ ആയിരിക്കും എന്തായി മാറുന്നത്? മാസ്റ്റർ ആയിട്ട് മാറും. അപ്പൊ സെക്കൻഡ് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആൾ എന്തായി മാറും? സ്ലേവ് ആയി മാറും. അപ്പൊ ആദ്യം ഡാറ്റാബേസ് ഡിസ്ക്രിപ്ഷൻ അയക്കുന്നത് ആരായിരിക്കും? മാസ്റ്റർ ആയിരിക്കും അയക്കുന്നത്. അപ്പോ എന്ത് മെസ്സേജ് ആണ്? DBD, ഡാറ്റ ബേസ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് DBD? അപ്ഡേറ്റുകളുടെ സമ്മറിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? DBD എന്ന് പറയുന്നത്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെല്ലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ അപ്ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കണ്ടേ? അയക്കണ്ടേ? അപ്പം അപ്ഡേറ്റുകളുടെ ഒരു മൊത്തം വാല്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡാറ്റാബേസ് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ പറയാം. സമ്മറി, ഇവിടെ മൊത്തം വാല്യൂസിന്റെ സമ്മറി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെല്ലോ മെസ്സേജ് അയക്കുന്നു. ഹെല്ലോ മെസ്സേജിലൂടെ അവരെന്ത് മനസ്സിലാക്കുന്നു? ആരാണ് മാസ്റ്റർ എന്നും ആരാണ് സ്ലേവ് എന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ R2 പറയുന്ന റൗട്ടറിന്റെ സമ്മറികളുടെ ഒരു മെസ്സേജ് ആർക്ക് അയച്ചു കൊടുക്കും? സ്ലേവിലോട്ട് അയച്ചു കൊടുക്കും. അപ്പോ ഒരു മര്യാദയ്ക്ക് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങോട്ടായിരിക്കും അയാളുടെ സമ്മറി കൂടി എങ്ങോട്ടായിരിക്കും? തിരിച്ച് മാസ്റ്ററിലോട്ട് അയക്കും. ഇപ്പൊ രണ്ടുപേർക്ക് ഇപ്പൊ എന്ത് കിട്ടി? രണ്ടാൾക്കാരെയും എൻറ്റയർ സമ്മറി നമുക്ക് കിട്ടി. ഓക്കെ, എന്ത് കിട്ടി? എൻറ്റയർ സമ്മറി രണ്ടുപേരും കിട്ടി. അപ്പോ ആദ്യം സമ്മറി കിട്ടിയത് ആർക്കാണ്? സ്ലേവിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? സമ്മറി കിട്ടിയിരിക്കുന്നത്. അപ്പോ സ്ലേവ് പറയും, എടോ ഇതിനകത്ത് വെറും എന്ത് മാത്രമേ ഉള്ളൂ? സമ്മറി മാത്രമേ ഉള്ളൂ. എനിക്ക് താങ്കളുടെ കംപ്ലീറ്റ് അപ്ഡേറ്റ് വേണം. ലിങ്ക് സ്റ്റേറ്റ് റിക്വസ്റ്റ്. അപ്ഡേറ്റുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ലേവ് എന്ത് അയച്ചു കൊടുക്കും? ലിങ്ക് സ്റ്റേറ്റ് റിക്വസ്റ്റ് അയച്ചു കൊടുക്കും. എനിക്ക് താങ്കളുടെ സമ്മറി മാത്രം കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ മാസ്റ്റർ സോറി ഞാൻ താങ്കൾക്ക് തരം വിട്ടുപോയി എന്ന് പഠിച്ചോ. ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ്. എന്താണിത്? ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ്. അപ്പൊ ഇതേ സമയത്ത് തന്നെ
മാസ്റ്ററും പറയും അതോ താങ്കളും എന്ത് തന്നെയാണ് അയച്ചിരിക്കുന്നത്? സമ്മറി തന്നെയാണ് അയച്ചിരിക്കുന്നത്. എന്ത് അയച്ചിട്ടില്ല? അപ്ഡേറ്റ് അയച്ചിട്ടില്ല. എനിക്കും വേണം താങ്കളുടെ സമ്മറി, സോറി അപ്ഡേറ്റ്. അപ്പൊ അങ്ങനെ എങ്ങോട്ട് അയക്കുന്നു? മാസ്റ്റർ സ്ലേവിലോട്ട് അയക്കുന്നു. അപ്പൊ സ്ലേവിന് മനസ്സിലാവുന്നു, ഓ ഞാൻ അങ്ങേർക്ക് എന്ത് കൊടുത്തിട്ടില്ല? അപ്ഡേറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ സ്ലേവ് എന്ത് ചെയ്യുന്നു? അങ്ങേരുടെ അപ്ഡേറ്റ് കൂടി ആർക്ക് അയച്ചു കൊടുക്കുന്നു? മാസ്റ്ററിന് അയച്ചു കൊടുക്കും. പറഞ്ഞു പോയിന്റ് കിട്ടിയോ? അതായത് നമ്മൾ ആദ്യം ജസ്റ്റ് ഹെല്ലോ മെസ്സേജ് പോകുമ്പോൾ അവിടെ എന്താണ് റൗട്ടർ ഐ ഡി അല്ലെങ്കിൽ എന്താണ് ബേസിക് ഇൻഫർമേഷൻ മാത്രം അവിടെ ഉള്ളൂ. നമ്മുടെ എൻറ്റയർ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള സമ്മറികളൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മറി കൈമാറണം. ആരാദ്യം മിണ്ടും എന്നുള്ള കാര്യം നോക്കുന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെല്ലോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഹെല്ലോ മെസ്സേജിനകത്ത് എന്തുണ്ട്? റൗട്ടർ ഐ ഡീസ് ഉണ്ട്, ബേസിക് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം അത് വെച്ച് അവർ കമ്പയർ ചെയ്യുന്നു. പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് രണ്ട് ടീമിന്റെ പ്രയോറിറ്റി എന്താണ്? രണ്ട് റൗട്ടേഴ്സിന്റെ പ്രയോറിറ്റി എന്താണ്? നമ്മുടെ 1 ആണ്. അപ്പൊ 1 വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പ്രയോറിറ്റി സെയിം ആയതുകൊണ്ട് ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ എന്താ നോക്കുന്നത്? രണ്ടുപേരിൽ ആർക്കാണ് റൗട്ടർ ഐ ഡി എന്ന് നോക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി R2 പറയുന്ന ആളുടെ റൗട്ടർ ഐ ഡിയാണ് ഹയസ്റ്റ് വാല്യൂ 3 ആണ് കിടക്കുന്നത്. അപ്പോൾ R2 പറയുന്ന റൗട്ടർ എന്തേ മാറും? മാസ്റ്ററായി മാറും. R1 എന്തേ മാറും? സ്ലേവായി മാറും. അങ്ങനെ R2 എന്ത് ചെയ്യും? ഫസ്റ്റ് മെസ്സേജ് ഡാറ്റാബേസ് ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ അപ്ഡേറ്റുകളുടെ സമ്മറി എങ്ങോട്ട് കൈമാറും? സ്ലേവിലോട്ട് കൈമാറും. സ്ലേവും അതേ സമയത്ത് എന്ത് കൈമാറും? തിരിച്ച് അയാളുടെ സമ്മറി കൂടി കൈമാറും. അങ്ങനെ ആർക്കാണ് ആദ്യം ഡാറ്റാബേസ് ഡിസ്ക്രിപ്ഷൻ കിട്ടിയത്? സ്ലേവിനാണ്. അപ്പൊ സ്ലേവ് പറയും, ലോ ഇതിനകത്ത് ഒന്നുമില്ല, ഇത് വെറും കാലിയാണ്. ഓക്കെ, ഇതിന് എല്ലാത്തിനെ കുറിച്ചുള്ള സമ്മറി മാത്രമേ ഉള്ളൂ, എന്തില്ല, അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് സ്റ്റേറ്റ് റിക്വസ്റ്റ് എങ്ങോട്ട് അയക്കും? മാസ്റ്ററിലോട്ട് അയക്കും. ഓ ഞാൻ തരാൻ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാസ്റ്റർ എന്ത് ചെയ്യും? LSU ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ്, നമ്മുടെ എൻറ്റയർ അപ്ഡേറ്റിനെ വിളിക്കുന്ന പേരാണ് LSU. വോയിസ് വിളിക്കുന്ന പേര് എന്താണ്? LSU അയച്ചു കൊടുക്കുന്നു. അങ്ങനെ മാസ്റ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് മാസ്റ്ററിനും DBD കിട്ടിയല്ലോ സ്ലേവിന്റെ കയ്യിൽ നിന്ന്. മാസ്റ്റർ നോക്കുന്ന സമയത്ത് മാസ്റ്റർ മനസ്സിലായി അയാളും എനിക്ക് എന്ത് മാത്രം അയച്ചിട്ടുള്ളൂ? സ്ലേവ് സമ്മറി മാത്രം അയച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്കും വേണം താങ്കളുടെ ഇൻഫർമേഷൻ ഒരു റിക്വസ്റ്റ് എങ്ങോട്ട് അയക്കും? സ്ലേവിലോട്ട് അയക്കുന്നു. സ്ലേവ് അത് കാണുന്ന സമയത്ത്, ഓ ഞാൻ തരാൻ വിട്ടുപോയി, ഞാനും തന്നേക്കാം എന്റെ എൻറ്റയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്ലേവ് എങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു? മാസ്റ്ററിലോട്ട് അയച്ചു. ഇങ്ങനെയാണ് നോർമലി രണ്ട് റൗട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് ഫംഗ്ഷൻ റൺ ചെയ്യുന്നത്. ക്ലിയർ? മനസ്സിലായോ? സാറേ ഈ DBD എന്തൊക്കെയുള്ളത്, എന്തൊക്കെ കണക്ട് ഉള്ളത്? പിന്നെ LSR-ലും നമ്മുടെ എൻറ്റയർ നെറ്റ്വർക്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് സമ്മറി DBD-ക്കകത്ത്. ഈ സമ്മറിയിൽ എന്തൊക്കെ സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് മാത്രമായിരിക്കും, അല്ലാതെ എൻറ്റയർ അപ്ഡേറ്റുകളൊന്നും അവിടെ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രം, ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, എന്നാൽ എൻറ്റയർ ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു സമ്മറി മാത്രം ഉണ്ടാവുള്ളൂ. ഒരു ഇത് സാമ്പിൾ എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്നത്? DBD എന്താണ്, LSR എങ്ങനെയാണെന്ന്, എന്തൊക്കെ ഡാറ്റ അതിൽ ഉണ്ടാവാന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം, വ്യൂ ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ഡെപ്ത് ആയിട്ട് ഒന്നുകൂടി പോകാം. വരുന്നുണ്ട്, ഇന്ന് കുറച്ചും കൂടി ഡെപ്ത് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സമ്മറി മാത്രം പറഞ്ഞു, ഒന്നുകൂടി പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. യെസ്, ഇനി നോക്കാം അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ നോട്ടാണ് ഈ കാണുന്നത്. ജസ്റ്റ് വേണമെന്നുള്ളവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഇനി ഒന്നുകൂടി നമ്മൾ ഡെപ്തിലോട്ട് പോവാണ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും, ഇനി പറയാൻ പോകുന്നതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ രണ്ട് റൗട്ടേഴ്സ് കൊണ്ടുപോയി കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ടോപ്പോളജി പ്രകാരം നമ്മൾ എന്തുകൊണ്ടേ കണക്ട് ചെയ്യുന്നു? രണ്ട് റൗട്ടേഴ്സ് കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നു. അപ്പൊ രണ്ട് റൗട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? നമ്മൾ കോൺഫിഗറേഷനിലൊക്കെ ചെയ്യണ്ടേ, എന്നാലേ ബന്ധം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തില്ലേ, നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്തിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്ന ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്റ്റേറ്റ്. എന്താ വിളിക്കുന്നത്? ഡൗൺ സ്റ്റേറ്റ്. ബിക്കോസ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഒന്നുകൂടി ഡെപ്ത് ആയി ഞാൻ അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെഡ് നിങ്ങൾ പറയേണ്ടി വരും, സാർ അത് ഡൗൺ സ്റ്റേറ്റിന്റെ ഒരു പീരീഡ് ആയിരുന്നു, അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാതിരുന്നത്. അത് വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ ആ ഡൗൺ സ്റ്റേറ്റ് അടുത്ത സ്റ്റേജിലോട്ട് പോയി, ഇനി സ്റ്റേജിലോട്ട് പോയി. അപ്പൊ നൈബേഴ്സ് തമ്മിലുള്ള കണക്ഷനായി,
അങ്ങനെ നമ്മൾ പറയേണ്ടി വരും അല്ലെ? ചില ഫേംസിനകത്ത് നമ്മൾ ഡെയിലി ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ടിക്കറ്റ്സിനെ കുറിച്ച് പറയേണ്ടി വരും. ആ സമയത്ത് ഇത് വളരെ ഉപകാരപ്പെടും. ഏത് സ്റ്റേറ്റ് വെച്ചിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്? ചിലപ്പോൾ എന്തായിരിക്കും സാർ അവിടെ DBDകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അങ്ങോട്ടും DBDകൾ പോകാത്തതുകൊണ്ട് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് കിട്ടാത്തതിന്റെ റീസൺ ആണ്. ഇങ്ങനെ പറയേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പം അത് ഏത് സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പം അതിനെല്ലാം ഓരോ പേരുകളുണ്ട്. ഇവിടെ പേരിനാണ് എന്ത് പ്രാധാന്യം കൂടുതൽ. ഇപ്പൊ ഡൗൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് അവിടെ ഞാൻ പറഞ്ഞ ആ ബ്രാക്കറ്റിലെ പോയിന്റ് മാത്രം ഓർത്താൽ നമ്മൾ കോൺഫിഗറേഷൻ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പബ്ലിഷ് ആയിട്ടില്ല. ആ സ്റ്റേറ്റിനെ നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഡൗൺ സ്റ്റേറ്റ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡൗൺ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇനി സ്റ്റേറ്റ്. ഇനി സ്റ്റേറ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹെല്ലോ മെസ്സേജ് പരസ്പരം എന്ത് ചെയ്യുന്നു? പരസ്പരം രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹെല്ലോ മെസ്സേജ് കാണുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അയക്കുന്നു പറഞ്ഞില്ലേ? ഡൗൺ സ്റ്റേറ്റ് കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ കൊടുത്താൽ ഉടൻ 10 സെക്കൻഡ് കൂടുമ്പോൾ അവർ എന്തായിരിക്കും? ഹെല്ലോ മെസ്സേജ് അയക്കും. അങ്ങനെ നമ്മുടെ മെസ്സേജ് പരസ്പരം നമ്മുടെ നൈബറിന്റെ ടേബിളിനകത്ത് കാണുന്ന ആ ഒരു സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ഇനിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും? അവരെന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും? ഹെല്ലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നൈബർഷിപ്പ് ഫോം ആവില്ലേ? ഹെല്ലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റൗട്ടർ ഐഡി എല്ലാം വെച്ച് എന്ത് ചെയ്യുന്നു? പരസ്പരം നൈബർഷിപ്പ് എന്ത് ചെയ്യുന്നു? അപ്പാക്കുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ടു വേ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ നൈബർഷിപ്പ് അപ്പായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരാദ്യം എന്തായിരിക്കും? അപ്ഡേറ്റുകൾ അയക്കും. മീൻസ് അപ്ഡേറ്റുകളുടെ സമ്മറി അയക്കും എന്നുള്ള എവിടെ തീരുമാനിക്കുന്നു? എക്സാക്ട് സ്റ്റേറ്റിനകത്ത്, നാലാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള എക്സാക്ട് സ്റ്റേറ്റിനകത്ത് എന്ത് ചെയ്യുന്നു? തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാസ്റ്റർ ആരാണ്, സ്ലേവ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. എന്നതിന് ശേഷം ഇവിടുത്തെ മാസ്റ്റർ എന്ത് ചെയ്യുന്നു? DBD അയച്ചു തുടങ്ങും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും DBD അയക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എക്സ്ചേഞ്ച് സ്റ്റേറ്റ് എന്ന് വിളിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കഴിഞ്ഞാൽ സമ്മറി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുള്ളൂ, എൻറ്റയർ അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ലോഡിംഗ് സ്റ്റേറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞില്ലേ എന്തായിരിക്കും? DBD അയച്ചു കഴിഞ്ഞാൽ ഉടൻ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് LSR അയക്കുന്നു. LSR അയച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ഫുൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. നൈബർഷിപ്പ് അപ്പാവുന്ന സിറ്റുവേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തയക്കുന്ന സിറ്റുവേഷൻ? ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റുകൾ അയക്കുന്ന സിറ്റുവേഷൻ. ഓക്കെ, ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റുകൾ അയക്കുന്ന സിറ്റുവേഷൻ. ഇങ്ങനെ 7 സ്റ്റേജ് ആണ് അല്ലെങ്കിൽ 7 സ്റ്റേറ്റുകളാണ് നമുക്ക് എവിടെ വരുന്നത്? ഒരു റൗട്ടറിൽ നിന്നും അടുത്ത റൗട്ടറിലോട്ട് കംപ്ലീറ്റ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റേറ്റുകൾ കടന്നു പോകുന്നുണ്ട്? 7 സ്റ്റേറ്റിൽ കടന്നു പോകുന്നു. ഇതൊക്കെ വിത്തിൻ മൈക്രോ സെക്കൻഡ്സ് നടക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും ആസ് എ നെറ്റ്വർക്ക് എഞ്ചിനീയർ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതെല്ലാം സ്റ്റേജിനകത്ത് എന്തെല്ലാമാണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും സ്റ്റേറ്റുകളാണ് നമുക്ക് എവിടെ വരുന്നത്? OSPF അകത്ത് നൈബേഴ്സ് തമ്മിൽ ഇത്രയും സ്റ്റേറ്റുകളാണ് നമുക്ക് ഡെപ്ത് ആയിട്ട് വരുന്നത്. ക്ലിയർ? യെസ്. ശരിക്കാം. ഇനി നമുക്ക് വരുന്നത് OSPF LSA ടൈപ്സ്. ഇപ്പോ നമ്മുടെ റൗട്ടർ OSPF പറയുന്ന റൗട്ടർ എനേബിൾ ആവുന്ന എപ്പോഴാണ്? നമ്മൾ റൗട്ടർ OSPF 1 തൊട്ട് നെറ്റ്വർക്ക്സ് എല്ലാം കൊടുക്കുന്ന സമയത്താണ് ആ ഒരു റൗട്ടർ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? അയാളെ കുറിച്ചുള്ള കാര്യം അയാൾ ജനറേറ്റ് ചെയ്താൽ മാത്രമല്ല നൈബറിലോട്ട് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയാളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് റൗട്ടർ LSA. അതായത് നമ്മുടെ സിംഗിൾ ഏരിയക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റൗട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? അതായത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിന് വിളിക്കുന്ന പേരെന്താണ്? റൗട്ടർ LSA. എവിടേക്കും പോകൂല, എന്റെ റൗട്ടർ തന്നെ ആയിരിക്കും ആ ഇൻഫർമേഷൻ ഉണ്ടാവുക. അതാണ് നമ്മൾ ഇറ്റ് കനോട്ട് ട്രാവൽ ഫ്രം വൺ ഏരിയ ടു അനദർ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ഏരിയക്കകത്ത് മാത്രമായിരിക്കും അതിനെക്കുറിച്ച് സ്പ്രെഡ് ആവുക. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? നെറ്റ്വർക്ക് LSA. നമ്മൾ DRBDR എന്ന് എവിടെയും കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതായിട്ട് കാണുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? DRBDR അല്ലെ, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണ്? സെൻട്രലൈസ്ഡ് ഡിവൈസ് എന്തായിരിക്കണം? സ്വിച്ച് ആയിരിക്കുന്ന സമയത്ത് ജനറേറ്റ് ആവുന്ന LSA. LSA എന്താണ്? ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ്. ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ് ജനറേറ്റ് ആവുന്ന ആ ഒരു ടൈമിൽ ജനറേറ്റ് ആവുന്ന LSA വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് LSA. ഈ ടൈപ്പിനും പ്രാധാന്യം കേട്ടോ. ടൈപ്പ് 1, ടൈപ്പ് 2 രണ്ടും ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് 2 പറയുന്നത് എന്താണ്? നെറ്റ്വർക്ക് LSA. ഏത് സാഹചര്യത്തിലാണ്? DRBDR ഇലക്ഷൻ നടക്കുന്ന
സാഹചര്യത്തിൽ ജനറേറ്റ് ആവുന്ന LSA വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് LSA. ഇനി അടുത്ത LSA ടൈപ്പ് 3 സമ്മറി LSA. എന്താണ് സമ്മറി LSA? നമ്മൾ ബോർഡർ റൗട്ടറിനെ വിളിക്കുന്ന പേരെന്താണ്? ഏരിയ ബോർഡർ റൗട്ടർ. എന്താ വിളിക്കുന്നത്? രണ്ട് ഏരിയകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ബോർഡർ റൗട്ടർ വിളിക്കുന്ന പേരാണ് ABR. അപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ R1, R2, R3 ഇങ്ങനെയാണ് വിചാരിക്കുക. ഇത് OSPF അകത്ത് വരുന്ന ഏരിയ 10, ഇത് ഏരിയ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏരിയ 10ന്റെ ഇൻഫർമേഷൻസ് ഏരിയ 0 ആരാ കൊണ്ടുപോകുന്നത്? ഏത് റൗട്ടറാണ്? നമ്മുടെ R2 റൗട്ടർ. അയാൾ വിളിക്കുന്ന പേരെന്താണ്? ഏരിയ ബോർഡർ റൗട്ടർ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ് ഈ ബോർഡർ റൗട്ടർ ഇങ്ങോട്ട് അയക്കുന്ന ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റുകളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈപ്പ് 3 സമ്മറി LSA. ഒരു ഏരിയയിൽ നിന്നും അടുത്ത ഏരിയയിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ അഡ്വർടൈസ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് സമ്മറി LSA. ദെൻ അടുത്തത് ടൈപ്പ് 4 ASBR സമ്മറി LSA. ASBR എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാവും. ASBR നമ്മൾ ഏത് റൗട്ടറിനെ വിളിക്കാറ്? ഓപ്പോസിറ്റ് എന്തായിരിക്കണം? എക്സാമ്പിൾ AGRPയോ ട്രിപ്പോ അങ്ങനെ വേറെ ഏതെങ്കിലും പ്രോട്ടോകോൾ വരുന്നെങ്കിൽ ആ റൗട്ടറിന്റെ ബോർഡർ റൗട്ടർ വിളിക്കുന്ന പേരാണ് ASBR. ഓർമ്മ വരുന്നുണ്ടോ? മുമ്പത്തെ ക്ലാസ്സുകളാണ്. ഓക്കെ. ഡിഫറെന്റ് പ്രോട്ടോകോൾസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോർഡർ റൗട്ടർ വിളിക്കുന്ന പേരാണ് ഓട്ടോണമസ് സിസ്റ്റം ബോർഡർ റൗട്ടർ ASBR. ഓട്ടോണമസ് സിസ്റ്റം ബോർഡർ റൗട്ടർ ASBR. അപ്പം ASBR സമ്മറി LSA എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൗട്ടർ ഈ പറയുന്ന EIGRP പറയുന്നത് ഏതെങ്കിലും ഒരു ലൊക്കേഷനകത്തായിരിക്കും അല്ലേ? നമുക്കൊരു 4-5 ഡൊമൈൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് മറ്റേ കുറെ സ്റ്റേറ്റ് ബേസ്ഡ് എല്ലാം എന്താണ് OSPF ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ് മാത്രം, ഓക്കെ, ഒരു സ്റ്റേറ്റ് മാത്രം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? EIGRP വെച്ചിട്ടാണ് നമ്മൾ എനേബിൾ ചെയ്തിരിക്കുന്നത്. ഇമാജിൻ ചെയ്യാം. അപ്പം ആ ഡിഫറെന്റ് പ്രോട്ടോകോൾ റൗട്ടർ എവിടെയാണ്, ഏത് ലൊക്കേഷനകത്താണ്, ഏത് IP-നെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ അഡ്വർടൈസ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് 4 ASBR സമ്മറി LSA. ക്ലിയർ? അത് എവിടെയാണ്, എന്തൊക്കെയാണ് ബേസിക് ഇൻഫർമേഷൻ എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഏതിലൂടെ കിട്ടും? ASBR സമ്മറി LSAയിലൂടെ കിട്ടും. അതേപോലെ തന്നെ അതിന്റെ അപ്ഡേറ്റുകളെ, സമ്മറി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അത് എവിടെയാണെന്നും അതിന്റെ അപ്ഡേറ്റുകൾ എന്താണെന്നും വെളിയിൽ നിന്നും വരുന്ന നെറ്റ്വർക്ക്സ് എന്താണെന്നും പറയുന്ന ഒരു LSA ആണ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സിന് വിളിക്കുന്ന പേരാണ് ASBR എക്സ്റ്റേണൽ LSA. ASBR എക്സ്റ്റേണൽ. ഇതാണ് ഇത്തരം ടൈപ്സ് നമുക്ക് പഠിക്കാനുള്ള. താഴെയുള്ള ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് CCI ലെവൽ പഠിക്കാനുള്ളതാണ്. ജസ്റ്റ് അവിടെ ലിസ്റ്റ് ചെയ്തെന്നുള്ളൂ. അപ്പം ആദ്യത്തെ 5 ടൈപ്പുകൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5. റൗട്ടർ LSA, നെറ്റ്വർക്ക് LSA, സമ്മറി LSA, ASBR സമ്മറി LSA, ASBR എക്സ്റ്റേണൽ LSA. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഈ അഡ്വർടൈസ്മെന്റ്സിനെ കുറിച്ചെല്ലാം നമ്മൾ എന്തിനാ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? അറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതാണ് ഇനി നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ടോപ്പിക്കിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ബേസിക് ആയി വരുന്ന കുറച്ച് തിയറി നമ്മൾ കവർ ചെയ്തത്. ഇനി അത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. OSPF ഏരിയ ടൈപ്സ്. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ ടൈപ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ നോർമലി വിളിക്കുന്ന സെക്കൻഡറി ഏരിയാസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഏരിയ. ഏരിയ 0നെ വിളിക്കുന്ന പേരാണ് ബാക്ക് ബോൺ ഏരിയ. ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഏരിയ 0 അല്ലാതെ വരുന്ന ഏരിയാസ് എന്നാണ് സെക്കൻഡറി ഏരിയാസ് അഥവാ സ്റ്റാൻഡേർഡ് ഏരിയ നമുക്ക് പറയാം. എന്നാൽ ഇനി അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? സ്റ്റബ് ഏരിയ. എന്താണ് സ്റ്റബ് ഏരിയ? ഇനിയാണ് ടോട്ടലി സ്റ്റബ് ഏരിയ. ഇത് രണ്ടിന്റെയും പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഏരിയനെ സ്റ്റബ് ഏരിയക്ക് മാറ്റുവാന്ന് വിചാരിക്കുക. അവിടെ ഏതൊക്കെ LSA പ്രിവെന്റ് ആവും? ടൈപ്പ് 4 എന്താണെന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞതേ ASBR എന്ന് വെച്ചാൽ വേറെ പ്രോട്ടോകോളിന്റെ ഇൻഫർമേഷൻ, IP അല്ലെങ്കിൽ സമ്മറി എന്താന്നുള്ള ഇൻഫർമേഷൻ ആണ് ഏതിനകത്ത് വരുന്നത്? ടൈപ്പ് 4-നകത്ത് വരുന്നത്. ടൈപ്പ് 5-നകത്തോ അവരെ കുറിച്ചുള്ള എക്സ്റ്റേണലി വരുന്ന എല്ലാ കാര്യങ്ങളും ടൈപ്പ് 5-നകത്താണ്.
അപ്പോൾ ഞാൻ ഒരു ഏരിയയെ സ്റ്റബ് ഏരിയയ്ക്ക് മാറ്റിക്കഴിഞ്ഞാൽ വെളിയിലുള്ള പ്രോട്ടോക്കോളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടെ കാണാൻ കഴിയില്ല. ഏത് ഏരിയനെയാണോ നിങ്ങൾ സ്റ്റബ് ഏരിയയ്ക്ക് മാറ്റിയിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആക്കുന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. ഇനി നമുക്ക് ടോട്ടലി സ്റ്റബ് ഏരിയ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുകൂടി പ്രിവെന്റ് ആവുന്നുണ്ട്? ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5. ടൈപ്പ് 3 എന്താണ്? വേറെ ഏരിയാസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അതും ഒഴിവാക്കാം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റുള്ള ഏരിയാസിനെ കുറിച്ച്, അതായത് ഞാൻ നിൽക്കുന്ന വോയിസ് ഫിനകത്താണ്. വോയിസ് ഫിനകത്ത് ഞാൻ നിൽക്കുവാണെങ്കിലും ഓപ്പോസിറ്റ് ആരൊക്കെ ഉണ്ടാവും? മറ്റുള്ള ഏരിയസ് ഉണ്ട്. അപ്പൊ എക്സാമ്പിൾ ഞാൻ ഏരിയ 0 നിൽക്കുന്നെങ്കിൽ ഏരിയ 10 ഉണ്ടാവും, 20 ഉണ്ടാവും, അങ്ങനെ വേറെ വേറെ ഏരിയസ് ഉണ്ടാവും. EAGRP ഉണ്ടായേക്കാം. അപ്പൊ ഞാൻ തീരുമാനിക്കുവാണ്, ഞാൻ ഒരു ഏരിയക്കകത്തേക്കും തീരുമാനിക്കുകയാണ്, എനിക്ക് അങ്ങനെ വേറെ ആൾക്കാർ ഒരാളുടെ ഇൻഫർമേഷൻ എനിക്ക് കാണണ്ട. എന്റെ ടേബിൾ വളരെ വീക്കാണ്, അത്രയൊന്നും ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ടോട്ടലി സ്റ്റബ് ഏരിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ കണക്ഷൻ ഡ്രോപ്പ് ആവണം എന്നല്ല ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ടേബിളിനകത്ത് എന്തായിരിക്കും? ഇവരെ കുറിച്ചുള്ള എൻട്രീസ് എന്തായിരിക്കും? അവിടെ സ്കിപ്പ് ആയിരിക്കും. പറഞ്ഞൊരു ഐഡിയ കിട്ടിയോ? അത് എങ്ങനെ എനേബിൾ ചെയ്യാന്നുള്ള കമാൻഡാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഒരു ടോപ്പോളജി വെച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത പേജിലോട്ട്. ഈ ടോപ്പോളജി ഒന്ന് ശ്രദ്ധിക്കുക. ഏരിയ 10 എന്ന് പറഞ്ഞാൽ എന്താ? OSPF ആയിരിക്കില്ലേ? അതെ. ഏരിയ 0 എന്ന് പറഞ്ഞാലോ? അതും OSPF. ഏരിയ 20 എന്ന് പറഞ്ഞാലോ? അതും OSPF ആണ്. പക്ഷെ EAGRP എന്താണ്? വെളിയിൽ നിന്നും വരുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരാം. ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരാം. ഞാൻ തീരുമാനിക്കുവാണ് നമ്മുടെ ഏരിയ 10, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നിങ്ങൾക്ക് കാണാം R7, R2. ഇത് ഏത് ഏരിയക്കകത്താണ് വരുന്നത്? ഏരിയ 10-നകത്താണ് വരുന്നത്. ഈ ഏരിയ 10-നകത്ത് വരുന്ന റൗട്ടേഴ്സിനകത്ത് ഞാൻ ഡിസൈഡ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഒരു എഡ്ജിൽ കിടക്കുന്ന ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, R7 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എഡ്ജിൽ കിടക്കുന്ന ഒരു ബ്രാഞ്ച് ആണ്. അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഒരു സെമി ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു റൗട്ടറാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇമാജിൻ ചെയ്യുക, ഒരു സെമി ലെവലിൽ വർക്ക് ചെയ്യുന്ന വലിയ ഹയർ സീരീസ് ഒന്നല്ല, ഒരു മിഡിൽ സീരീസിനകത്ത് വരുന്ന റൗട്ടറാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ R7 പറയുന്ന റൗട്ടറിന് ചിന്തിക്കുക, ഏരിയ 0 ഏരിയ 0-കകത്തുള്ള അപ്ഡേറ്റുകളും ഏരിയ 20-കകത്തുള്ള അപ്ഡേറ്റുകളും സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ? R7 പറയുന്ന റൗട്ടറിന് ഏരിയ 0-കകത്ത് ഉള്ള നെറ്റ്വർക്ക്സിലോട്ട് പോകാനും ഏരിയ 20-കകത്തുള്ള നെറ്റ്വർക്ക്സിലോട്ട് പോകാനും R7 ടേബിളിനകത്ത് ഈ എൻട്രീസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾ എന്തായാലും ഈ പറയുന്ന R7-കത്തുള്ള അതേ അപ്ഡേറ്റുകൾ ആരുടെ അടുത്തുണ്ടാവും? R2 ഉണ്ടാവില്ലേ? മറ്റുള്ള ഏരിയസിനെ കുറിച്ച് എല്ലാ അപ്ഡേറ്റും ഉണ്ടാവും. അതൊരു ബോർഡർ റൗട്ടർ ആയതുകൊണ്ട് നമുക്ക് മസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? അത്യാവശ്യം ഹയർ സീരീസ് തന്നെ വെക്കേണ്ടി വരും. എന്നാൽ R7 അത് വെക്കേണ്ട ആവശ്യമുണ്ടോ? R7 എന്തായാലും കടന്നു പോകുന്ന ഏത് വഴിയാണ്? R2 വഴിയാണ്. അപ്പൊ R2 പോയി ചോദിച്ചാൽ പോരെ, എനിക്ക് ഏരിയ 0-കകത്തിരിക്കുന്ന ഇന്ന നെറ്റ്വർക്കോട്ട് പോകാൻ വഴി കാണിച്ചു തരുമോ പറഞ്ഞു കഴിഞ്ഞാൽ R2 കാണിച്ചു തരില്ലേ? എന്തുകൊണ്ടാണ്? ഓൾറെഡി R2 ടേബിളിനകത്ത് ഇവരെ കുറിച്ച് എല്ലാ അപ്ഡേറ്റുകളും ഉണ്ട്. സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു. നോർമലി നമ്മൾ ഇനീഷ്യൽ കോൺഫിഗറേഷനും റൗട്ടിങ്ങും റീഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ റൗട്ടേഴ്സിനകത്തും എല്ലാ അപ്ഡേറ്റുകളും ഉണ്ടാവും. ഇതുവരെ നമ്മൾ അങ്ങനെ ക്ലാസ്സുകൾ ചെയ്ത് എല്ലാം വെരിഫൈ ചെയ്തത് എല്ലാ അപ്ഡേറ്റും ഉണ്ടാവും. ഞാൻ ഈ സിനാരിയോ പ്രകാരം ഞാൻ പറയുവാണ്, എനിക്ക് ഏരിയ 0-ലോട്ടും പോകണം, ഏരിയ 20-ലോട്ടും പോകണം. അതിന് വേണ്ടിയിട്ട് R7 പറയുന്ന റൗട്ടർ ഒരു വീക്ക് ആയിട്ടുള്ള റൗട്ടറാണ്. ഇത്രയും അപ്ഡേറ്റുകൾ, ചെറിയൊരു നെറ്റ്വർക്ക് കാണുമ്പോൾ ചെറുതാണ്, പക്ഷെ ഒരുപാട് നെറ്റ്വർക്ക്സ് ഉള്ള ഒരു ടോപ്പോളജി ആണെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, R7 പറയുന്ന റൗട്ടിനകത്ത് ഇത്ര അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ R7 സ്ലോ ആവില്ലേ? അപ്പൊ നമുക്ക് അതിനൊരു സൊല്യൂഷൻ OSPF തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ ആ ഏരിയനെ എന്താക്കൂ, നിങ്ങൾക്ക് മറ്റുള്ള ഏരിയാസിനെ കുറിച്ച് മറ്റുള്ള നെറ്റ്വർക്ക്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കാണുന്ന നെറ്റ്വർക്ക്സിനെ കുറിച്ച്, ആരെക്കുറിച്ച്? EAGRP കുറിച്ചുള്ള ലൊക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ അപ്ഡേറ്റുകളോ എവിടെ വരണ്ട? ഈ ഏരിയ 10-നകത്ത് വരണ്ട. ഒരു ഏരിയനെ അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഏരിയനെ എന്താക്കി മാറ്റിയാൽ മതി? 4-ഉം 5-ഉം ടൈപ്സും പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏരിയനെ എന്താക്കി മാറ്റിയാൽ മതി? സ്റ്റബ് ഏരിയയ്ക്ക് മാറ്റിക്കഴിഞ്ഞാൽ
വെളിയിൽ കിടക്കുന്ന പ്രോട്ടോകോളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുകളും എവിടെ കാണാൻ കഴിയില്ല? ഏരിയ 10 നമുക്ക് കാണാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു എന്നല്ല. അവരുടെ അപ്ഡേറ്റുകൾ തൽക്കാലം വേണ്ട. എനിക്ക് അങ്ങോട്ട് ആക്സസ് മാത്രം മതി. എന്റെ ടേബിളിനകത്ത് അങ്ങനെ ഇൻഫർമേഷൻ ഒരുപാട് സ്റ്റോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. എനിക്ക് എന്റെ ആൾക്കാരുടെ ഇൻഫർമേഷൻ മാത്രം മതി. മീൻസ് ഏരിയ 0 കുറിച്ചും ഏരിയ 20 കുറിച്ചും മാത്രം മതി എന്ന് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയ എന്താക്കി മാറ്റാം? സ്റ്റബ് ഏരിയക്ക് മാറ്റാം. എന്നാൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് വളരെ വളരെ വീക്കസ്റ്റ് റൗട്ടറാണ് എന്റെ, എനിക്ക് വളരെ കുറഞ്ഞ എൻട്രീസ് മാത്രം എന്റെ ആ ഒരു ബ്രാഞ്ചിനകത്ത് ഉള്ളൂ, മീൻസ് മതി, അയാൾ അത്രയും വീക്കസ്റ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് വെച്ചാൽ ആരെ കുറിച്ച് വേണ്ട? ഏരിയ 10 മീൻസ് EIGRP കുറിച്ചുള്ള അപ്ഡേറ്റുകളും വേണ്ട, OSPF കുറിച്ചുള്ള അപ്ഡേറ്റുകളും എവിടെ വേണ്ട? ഏരിയ 20 വേണ്ട. എന്നുണ്ടെങ്കിൽ ആ ഏരിയ നിങ്ങൾ എന്താക്കി മാറ്റിയാൽ മതി? TSA, ടോട്ടലി സ്റ്റബ് ഏരിയ. ടോട്ടലി സ്റ്റബ് ഏരിയക്ക് മാറ്റി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രിവെന്റ് ആവും? ടൈപ്പ് 3 എന്താണ്? മറ്റുള്ള ഏരിയസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പാസ് ചെയ്യുന്നത്. സമ്മറി LSA അതും പ്രിവെന്റ് ആവും. ടൈപ്പ് 4 ലൊക്കേഷൻ പ്രിവെന്റ് ആവും. ടൈപ്പ് 5 എക്സ്റ്റേണലി വരുന്ന നെറ്റ്വർക്ക്സ് പ്രിവെന്റ് ആവും. എന്താക്കി മാറ്റിയാൽ? ടോട്ടലി സ്റ്റബി ഏരിയ ആക്കി മാറ്റിയാൽ. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യാണ് എന്റെ ഏരിയ 20 ഒരുത്തനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എനിക്ക് വേണ്ട, എനിക്ക് അയാളെ കുറിച്ച് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരെ പോയി കണ്ടോളാം? R3 പോയി കണ്ടോളാം. R3 എനിക്ക് ഇങ്ങോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരും. ബിക്കോസ് ഐ ആം വീക്കസ്റ്റ് റൗട്ടർ. പറഞ്ഞു മനസ്സിലായി? എനിക്ക് അത്ര എൻട്രീസ് ഒന്നും സ്റ്റോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. നമ്മുടെ ആവശ്യം അതാണ്. ഒരു എഡ്ജിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയൊരു ബ്രാഞ്ചിനകത്ത് കൊണ്ടുപോയിട്ട് കോടികൾ മുടക്കിയിട്ട് ഒരു റൗട്ടർ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് നോക്കൂ, ഇല്ല. അതേപോലെ തന്നെ ഞാൻ തീരുമാനിക്കേണ്ട ഒരു സെമി ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു റൗട്ടറാണ് എന്റെ R7. എന്റെ ആൾക്കാരെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ മാത്രം മതി. ആരെ കുറിച്ച് വേണ്ട? വെളിയിൽ കിടക്കുന്ന ആരെ കുറിച്ച് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കി മാറ്റാം? സ്റ്റബ് ഏരിയക്ക് മാറ്റാം. ഇനി നിങ്ങൾക്കറിയാം വളരെ വളരെ വീക്കസ്റ്റ് റൗട്ടർ നടത്തുന്ന നെറ്റ്വർക്ക് അഡ്മിൻ ആയിട്ടില്ല, നിങ്ങൾ തീരുമാനിക്കുകയാണ് R5 വളരെ വീക്കാണ്, അയാൾക്ക് എന്ത് വേണ്ട? ഒരു അപ്ഡേറ്റും വേണ്ട. നൈബർ R3 താങ്കൾ അങ്ങോട്ട് പോകാനുള്ള വഴി ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കിയാൽ മതി? ടോട്ടലി സ്റ്റബ് ഏരിയക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ പറയുന്ന R5 വേറെ ഒരു അപ്ഡേറ്റുകൾ ഉണ്ടാവില്ല. അയാളുടെ സ്വന്തം ഏരിയക്കകത്തുള്ള അപ്ഡേറ്റുകൾ അല്ലാതെ വേറെ ഒരു അപ്ഡേറ്റുകൾ ഉണ്ടാവില്ല. അതിന് പകരം R5 നിന്നും ഇങ്ങോട്ട് എന്ത് ക്രിയേറ്റ് ആവും? ഒരു ഡീഫോൾട്ട് റൂട്ട് ക്രിയേറ്റ് ആവും. ഡീഫോൾട്ട് റൂട്ട് എന്താ? എനിക്കൊന്നും അറിഞ്ഞൂടാ, താങ്കൾ നൈബർ പോയി കണ്ടോളൂ എന്ന് പറയുന്ന പോലെ. അതേപോലെ തന്നെ ഏരിയ R7 എന്ത് ക്രിയേറ്റ് ആവും? ഇങ്ങോട്ട് ഒരു ഡീഫോൾട്ട് റൂട്ട് ക്രിയേറ്റ് ആവും. ഇങ്ങോട്ട് R. ആര് എന്തിനെ കുറിച്ച് ചോദിച്ചു വന്നാലും, സ്വന്തം ഏരിയക്കകത്ത് ഇല്ലാത്ത എന്തിനെ കുറിച്ച് ചോദിച്ചു വന്നാലും നേരെ R7 അങ്ങോട്ട് പറഞ്ഞായിരിക്കും 2.1 എന്ന് പറയുന്ന ഐപ്പിലോട്ട് പറഞ്ഞായിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇയാൾ ചെക്ക് ചെയ്യുമ്പോൾ, ഡെസ്റ്റിനേഷൻ ഐപി ചെക്ക് ചെയ്യുമ്പോൾ ഈ റൗട്ടറിന് അറിയാം അത് എവിടെയാണ് കിടക്കുന്നുള്ള കാര്യം. നമുക്ക് അതല്ലേ വേണ്ടു, നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് എത്തുകയല്ലേ വേണ്ടു. അതിന് വേണ്ടിയിട്ട് എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ എല്ലാവരും സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ടോപ്പോളജിക്കകത്ത് R7 R5 വളരെ വീക്കാന്ന് വിചാരിച്ചോളൂ. ഇതേപോലെ ചെയ്താൽ നമുക്ക് നമ്മുടെ പെർഫോമൻസ് തിരിച്ചെടുത്തൂടെ? ലൊക്കേഷൻ ബേസ്ഡ് ഒത്തിരി വലിയ നെറ്റ്വർക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മെക്കാനിസം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. സ്റ്റബ് ഏരിയ, ടോട്ടൽ സ്റ്റബ് ഏരിയ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. റൂട്ടിംഗ് ടേബിളിൽ ഡയറക്റ്റ് കണക്റ്റഡ് IP അഡ്രസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? പിന്നെ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആവും. എക്സാമ്പിൾ അതെ, നോർമലി എല്ലാം സ്റ്റാർട്ടിംഗ് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ എല്ലാം വരും. ഓക്കെ, ഇല്ലാതിരിക്കില്ല. ഈ R7 പറയുന്ന റൗട്ടറിനകത്ത് 7 ഉണ്ടാവും, ഈ കാണുന്ന അഡ്രസ്സും ഉണ്ടാവും, ഈ കാണുന്ന അഡ്രസ്സും ഉണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് സെയിം ഏരിയ. ഓക്കെ, ഏരിയ അതായത് ഇതിനെ നമ്മൾ സ്റ്റബാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റബ് ഉദ്ദേശിക്കുന്ന സമയത്ത് എന്തൊക്കെ വരും? ഇതൊഴികെ, അതായത് സ്റ്റബ് പറയുമ്പോൾ ടൈപ്പ് 4ഉം 5ഉം മാത്രമേ വരുന്നുള്ളൂ. പോയിന്റ് മനസ്സിലായോ? ടൈപ്പ് 4ഉം 5ഉം പറഞ്ഞാൽ ഇയാളെ കുറിച്ച് മാത്രമല്ല, ഇയാളുടെ IP എന്താണ്, ഇയാളുടെ സമ്മറി എന്താണ്, അത് മാത്രമേ അവിടെ സ്കിപ്പ് ആവുള്ളൂ, സ്റ്റബിനകത്ത് സ്കിപ്പ് ആവുള്ളൂ. എന്നാൽ ടോട്ടലി സ്റ്റബ് ചെയ്യുന്നെങ്കിൽ അവിടെ എന്ത് മാത്രം ഉണ്ടാവുള്ളൂ? താങ്കൾ പറഞ്ഞ പോലെ 5 ഉണ്ടാവും, ഈ കാണുന്ന അഡ്രസ്സിന്റെ നെറ്റ്വർക്ക് അഡ്രസ് ഉണ്ടാവും, ഇതും ഉണ്ടാവും. വേറെ ഒന്നും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. ഡിഫോൾട്ട് റൂട്ടിംഗ് നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് വരില്ല. സ്റ്റബ് കോൺഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റബ് പറയുന്ന കമാൻഡ് ഈ ഏരിയക്കകത്ത് എത്ര റൗട്ടർ വരുന്നുണ്ട് അതിനകത്ത് കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് എന്ത് ക്രിയേറ്റ് ആവും? ഒരു ഡീഫോൾട്ട് ക്രിയേറ്റ് ആവും. തിരിച്ച് ഇവിടെയും അതുപോലെ തന്നെ ഒരു ഡീഫോൾട്ട്. വളരെ സിമ്പിൾ ടോപ്പിക് ആണ്, ബട്ട് പവർഫുൾ, വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ ആകെ കൊടുക്കുന്ന ചെറിയൊരു കമാൻഡാണ്. നോക്കിക്കേ,
നിങ്ങൾ കൊടുക്കുന്ന കമാൻഡ് ഉണ്ടോ, സ്റ്റബ് ഏരിയ ആക്കാൻ വേണ്ടി ജസ്റ്റ് പ്രോട്ടോകോളിനകത്ത് കയറിയിട്ട് ഏരിയയുടെ ഐഡി എന്താണ് അത് പറയാ സ്റ്റബ് എന്ന് കൊടുക്കുക. ഇനി ടോട്ടൽ സ്റ്റബ് ആക്കണമെന്നുണ്ടെങ്കിലോ ഏരിയ ഐഡി നോ ഹൈഫൻ സമ്മറി. ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളാണ് അതൊക്കെ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലാബാണ്. നമുക്കൊന്ന് അപ്പാക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുന്നോ? പ്ലീസ് ചെയ്യുന്നോ? ഞാൻ എൻ്റെ ആപ്പ് ശരിയാക്കി ഇട്ടിട്ട് അടുത്ത ആഴ്ച തൊട്ട് ചെയ്യാം. ഞാൻ DNS ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഫോർമാറ്റ് ചെയ്ത്. നോ ഇഷ്യൂസ്. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പിക്ചർ എടുത്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി മിസ്റ്റേക്കിലാണ്. ഓക്കെ. പോളിസി ചെയ്തതിനകത്ത് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് IP മാത്രം കൊടുത്തു പോയാൽ മതി. ഒന്ന് വെയിറ്റ് ചെയ്യണേ. R1 R1 R2 ആ
R1, R2, R7. That's enough. R6. കറക്റ്റല്ലേ? Yes. ഫംഗ്ഷൻ ഒക്കെ ആയിട്ടുണ്ട്. Play ചെയ്യാം. നമുക്ക് R1 സ്റ്റാർട്ട് ചെയ്യാം. അതോ ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? R7 സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുന്നുണ്ട്. എല്ലാം 190 168 സീരീസ് ആണ്. ലൂട്ടാക്ക് എല്ലാം എ ക്ലാസ്. Nubank 7.0. L1 R7 ആയതുകൊണ്ട് ലൂട്ടാക്ക് ഞാൻ 7 കൊടുത്തിരിക്കുന്നത്. 7.0.1. പെട്ടെന്ന് നമുക്ക് ഈ ഒരു കണക്ക് കൂടി എപ്പോൾ കൊടുക്കാൻ ശ്രമിക്കും. ഓക്കെയാണ്. പിന്നെ S/3ക്ക് 2.2 INT S1/3 3 അല്ലേ സാറേ? S1/3 അല്ലേ? യെസ് S3 ഇതാണ് മിസ്റ്റേക്ക്. One 162 2.2. അതിനകത്ത് 2 ഇന്റർഫേസ് ഉള്ളൂ, രണ്ടും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് R2. അല്ലേ? ഇതിനകത്ത് ലൂട്ടാക്കുന്നുണ്ട്. L1 2.0.0.1. രണ്ട് സീൽ ഇന്റർഫേസ് വരുന്നുണ്ട്. ഒരെണ്ണം S1/3.
2.1. /0. ഇവിടെ ആർക്കിനകത്ത് 3 ഇന്റർഫേസ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞ് കാണണം. അതിനകത്ത് കംപ്ലീറ്റ് സീൽ ഇന്റർഫേസസ് മാത്രം One dot one. 1.2. 1.1. Yes. S1/0 okay, then S1/1 is 1/1. 0. 3.1. 1/2. 4.1. അതിനകത്ത് 3 ഇന്റർഫേസും കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇവിടെ R3. /3.0.0.1. S1/1. 192, 168, 3.2. S1 1/0. 5.1. R5. R4 ചെയ്തോ? ഇല്ല R4 ചെയ്തിട്ടില്ല. Loop back 6.6 ആക്കാം. R4 6 ആ. അല്ല 4 തന്നെ നോക്കി ശ്രദ്ധിച്ചു. ഇല്ല ശരി R6 പോയി. ശരി R4 4 കറക്റ്റ്. HRP ആയതുകൊണ്ട് നോ IP ഐസൊലേറ്റർ പോയിന്റ് കൊടുക്കും. .2.
0 ഉണ്ടല്ലോ. ആ വാട്സാപ്പ് 6.1. Relationship Yes, podcast करो. എത്രയാണ് 5.2 അല്ലേ? 5.2. Six dot zero dot zero. Six dot two. Six dot two. റൗട്ടേഴ്സ് ആയില്ലേ? ഉം. അതിന്റെ ഇനീഷ്യൽ നമുക്ക് എല്ലാത്തിലും routing ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഈ R1 3 നെറ്റ്വർക്ക്സ് one network 192.168.1.5 mask 0.0.0 right? Area 0 അല്ലേ? Area zero. ഉണ്ട്, അതിനകത്തുള്ളത് 3 ഉണ്ട്. ഇതിലേക്കാണ് കംപ്ലീറ്റ് നെറ്റ്വർക്ക് കൊടുത്തത്. ദെൻ അതിന് നമ്മൾ ഹിസ്റ്ററി പഠിച്ചത്. അങ്ങനെ റൗട്ടിംഗ് R1 തീർന്നു. നമ്മൾ നേരെ R2 പോകുന്നു. നെറ്റ്വർക്ക് 2 ഉണ്ട്. നെറ്റ്വർക്ക് 2.10 അല്ലേ? ആ area 10. അതിന് അഡ്രസ് 92.160. area 0. One dot zero. കഴിഞ്ഞു. നേരെ R3.
എന്ന് പറയുമ്പോൾ ഏരിയ 0 ഏരിയ 20 ലൂപ്പ് ബാക്ക് വരും. After voice 198 Area 0. നമുക്ക് ലൂപ്പ് ബാക്ക് പറയാനായിട്ടുണ്ട്. ഈ ഡോട്ട് 0 Area 20. R3 കഴിഞ്ഞു. എന്തേലും ഒരു നെറ്റ് മാത്രം വോയിസ് തരുന്നുള്ളൂ. ഓർഡർ ഉണ്ടല്ലേ? Area 0. Exit. കഴിഞ്ഞു. ഈ R4 R4 EHRP configuration ഇല്ലേ സാർ? ഞാൻ വോയിസ് ടു കഴിഞ്ഞിട്ട് കയറാന്ന് വിചാരിച്ചതാണ്. ഓക്കെ. നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ R4 കയറിയിട്ട് രണ്ട് എഡ്ജിലോട്ടും നോക്കാം. R7 ലൂപ്പ് ബാക്കിലോട്ടും R5 ലൂപ്പ് ബാക്കിലോട്ടും കൊടുത്തു കഴിഞ്ഞാൽ വിത്തൗട്ട് റീഡിസ്ട്രിബ്യൂഷൻ R4 നമുക്ക് എന്ത് കിട്ടും? രണ്ട് ലൂപ്പ് ബാക്കിലോട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടാം. അതിന് ശേഷം നമ്മൾ താഴോട്ട് EHRP കോൺഫിഗർ ചെയ്തിട്ട് അതും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യാം? റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. R6 EHRP തരണം. എന്തായാലും R4 മൊത്തം EHRP ചെയ്യാം. ഔട്ട് EHRP 198 വരുന്നുണ്ട്. നേരെ നമുക്ക് R6 കൂടി ചെയ്ത് കഴിഞ്ഞാൽ EHRP ഡൊമൈൻ EHRP .0. അല്ലേ? ഫോം ആയിട്ടുണ്ട്. നമ്മുടെ R4 ലൂപ്പ് ബാക്ക് 4 എന്ന് പറയുന്ന ഇതിലോട്ട് കൊണ്ടുവന്നു. EHRP ഡൊമൈൻ സക്സസ് ആണ്. നമുക്ക് നേരെ R7 കൂടി കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോൺഫിഗറേഷൻ ഫൈൻ. ഏത് ഏരിയ R7? ഏരിയ 10 അല്ലേ? റൗട്ടർ
OSPF1 scope 192.168.0.005 here 7.0 here നമ്മൾ നിൽക്കുന്നത് ഒരു എഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷനും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ലൂപ്പ് ബാക്കിലോട്ടും കമ്മ്യൂണിക്കേഷൻ കിട്ടും. എല്ലാ ലൂപ്പ് ബാക്ക് മീൻസ് EHRP ഒഴികെ ബാക്കി എല്ലാ ലൂപ്പ് ബാക്കിലോട്ടും. നമ്മൾ നിൽക്കുന്ന R7 അകത്താണ്. റൈറ്റ് സൈഡ് R5ന്റെ ലൂപ്പ് ബാക്ക് 5 അല്ലേ? 5 ടോട്ടൽ സക്സസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നത് ഏരിയ 10നകത്താണ്. R7 ഏരിയ 10നകത്താണ്. ഞാൻ നോക്കിയത് ഏരിയ 20കകത്തിരിക്കുന്ന അങ്ങേ അറ്റത്തുള്ള ലൂപ്പ് ബാക്കിലോട്ടാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് ബാക്കി എവറിത്തിങ് ഫൈൻ ആണ്. വേണമെങ്കിൽ നമുക്ക് R4 അത് കയറിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. R4 നോക്കുമ്പോൾ 2 എഡ്ജിലോട്ടും, അതായത് ഇവിടെ ചെക്ക് ചെയ്യാം. R7ന്റെ ലൂപ്പ് ബാക്ക് 7 തന്നെയല്ലേ? 7.0 അങ്ങോട്ട് ഓക്കെയാണ്. അതുപോലെ തന്നെ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R5 ലൂപ്പ് ബാക്ക് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ലൂപ്പ് ബാക്ക് അങ്ങോട്ടും ഫൈനാണ്. അതുപോലെ തന്നെ ഇയാൾക്ക് ഇങ്ങോട്ട് കൂടി കിട്ടും. ഇവിടെ ഏറ്റവും താഴെ കിടക്കുന്ന 6ലോട്ടും കിട്ടും. ബിക്കോസ് ഇയാൾക്ക് എല്ലാം അറിയാം. ഇയാൾ രണ്ടിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെല്ലാം അറിയാം. എന്നാൽ നമുക്ക് മറ്റുള്ള റൗട്ടേഴ്സിനകത്ത് ഇരുന്നോണ്ട് നമുക്ക് എങ്ങോട്ട് ആക്സസ് ഉണ്ടാവില്ല. എക്സാമ്പിൾ R7നകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ 6ലോട്ടിന് പിങ് ചെയ്താൽ കിട്ടുമോ എന്ന് പറയുന്നത് എന്താണ്? ഏത് ഡൊമൈനകത്ത് കിടക്കുന്നത്? EHRPക്കകത്ത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് എന്തുണ്ടാവില്ല? ആക്സസ് ഉണ്ടാവില്ല. അപ്പൊ R4 പറയുന്ന ബോർഡർ റൗട്ടിനകത്ത് കയറി നമ്മൾ എന്തിനാണ് ആദ്യം റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഓൾറെഡി ഞാൻ നിൽക്കുന്നത് ഏത് പ്രോട്ടോകോളിനകത്താണ്? ആദ്യം നമുക്ക് റൗട്ടർ EHRP 100നകത്ത് കയറിയിട്ട് റീഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം. റീഡിസ്ട്രിബ്യൂട്ട് OSPF1 മെട്രിക് EHRP കുറെ വാല്യൂസ് വരുന്നുണ്ട്. 1544 50,000 5 1 1,500 ചെയ്യാം. ഞാൻ ഏതിനകത്ത് കയറാം? OSPF റൗട്ടർ OSPF1 റീഡിസ്ട്രിബ്യൂട്ട് EHRP 100 സബ്മിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നോട്ടെ, കൊടുത്ത് ശീലിച്ചോളാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6ലോട്ട് എന്ത് കിട്ടണം? നേരത്തെ നമുക്ക് R7 6ലോട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അങ്ങോട്ട് നമുക്ക് പിങ് കിട്ടുന്നതായിരിക്കും. സക്സസ്. അപ്പോൾ ഫുള്ളി ലോഡഡ് ടോപ്പോളജിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ R7 എന്ന് പറയുന്ന റൗട്ടർ നമ്മൾ നിൽക്കുന്നത് R7 പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അങ്ങായിട്ട് കിടക്കുന്നില്ലേ? ഇനി IP റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടാവും. എല്ലാവരെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്? OE2 എന്ന് കാണുന്നുണ്ടോ? OE മീൻസ് OSPF എക്സ്റ്റേണൽ. OSPF എക്സ്റ്റേണൽ ആരാണ്? EHRP. EHRPയുടെ ഒരു അപ്ഡേറ്റുകൾ നമുക്ക് എവിടെ കാണാൻ കഴിയില്ല? ഈ ഏരിയനെ സ്റ്റബ് ആക്കി മാറ്റിയാൽ കാണാൻ കഴിയില്ല. അതായത് OE2 എന്നുള്ള എൻട്രികളെല്ലാം സ്കിപ്പ് ആവും. EHRPക്കകത്ത് കിടക്കുന്ന അപ്ഡേറ്റുകളാണ് OSPF എക്സ്റ്റേണൽ. ഓൾറെഡി നമ്മൾ R7ന്റെ പ്രോട്ടോകോളിനകത്ത് കിടക്കുന്നത് എന്തായിരുന്നു കമാൻഡ്? ഏരിയയുടെ ഐഡി എന്താണ്? 10. E2 മാത്രമല്ലേ ഉള്ളൂ? OE എവിടെയാ? OE എന്ന് മാത്രം. OI എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ള ഏരിയാസ് ആണ്. അത് നമ്മൾ സ്കിപ്പ് ആക്കുന്നില്ലല്ലോ. OSPF ഇന്റർ ഏരിയ പറയുന്നത് ഏരിയ 0കകത്തും ഏരിയ 20കകത്തും കിടക്കുന്ന അപ്ഡേറ്റ് ആണ്. നമ്മൾ സ്റ്റബ് ആക്കി കഴിഞ്ഞാൽ എന്തുമാത്രം പോവുള്ളൂ? വെളിയിലുള്ള ആൾക്കാർ ഇൻഫർമേഷൻ മാത്രം. അത് നമ്മൾ ഏരിയ 20കകത്ത് പോയിട്ടാണ് ആരും വേണ്ട പറയുന്നത്. ഇവിടെ നമ്മൾ സ്റ്റബ് ആ ചെയ്യുന്നത്. അതായത് വെളിയിൽ നിന്ന് വരുന്ന EHRP സമ്മറിയോ അപ്ഡേറ്റ് ഒന്നും വേണ്ട. അപ്പൊ ആ ഏരിയക്കകത്ത് OE2 മാത്രം പോവുള്ളൂ. അവിടെ ഓപ്പോസിറ്റ് റൗട്ടറാണ് R2 ആ ഏരിയക്കകത്ത് വരുന്ന ആളായതുകൊണ്ട് അതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തായാലും അത് ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ഏരിയ 10 സ്റ്റബ്. ഇനി നമ്മൾ R7നകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് എല്ലാ അപ്ഡേറ്റും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ OE മിസ് ആയിട്ടുണ്ടാവും. അപ്ഡേറ്റ് വരുന്നുള്ളൂ. ലോഡിംഗ് ലാസ്റ്റ് മെസ്സേജ് വന്നുള്ളൂ. OE പോയിട്ട് ഏറ്റവും താഴത്തെ എൻട്രി ഉണ്ടോ? OSTAR-IA. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർ കണ്ടാൽ മീനിങ് എന്താണ്? ഫോർവേഡിങ്.
അടുത്ത ഐപിയിലോട്ട് എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. സ്റ്റാർ എവിടെ കണ്ടാലും കൺഫേം നൈബറിലോട്ട് അയച്ചുവിടുക. ആരാണ് നൈബർ? 2.1. അപ്പം വെളിയിലിരിക്കുന്ന ആരെ കുറിച്ച് ചോദിച്ചു വന്നാലും എന്ത് ചെയ്യണം? 2.1 എന്ന് പറയുന്ന നൈബറിലോട്ട് കടത്തിവിടണം. ഇവിടുന്ന് എന്ത് സ്കിപ്പായിപ്പോ? OE മിസ്സായി. EA അപ്ഡേറ്റുകൾ കംപ്ലീറ്റ് മിസ്സായി. ഇനി നമ്മൾ അടുത്തെന്ത് ചെയ്യാമെന്ന്? ഏരിയ 20 കയറി നമ്മൾ എന്തൊക്കെ ടോട്ടലി സ്റ്റബ് ചെയ്യുക. ആരും വേണ്ട, മനസ്സിലായി? ഏരിയ 10ന്റെ അപ്ഡേറ്റും വേണ്ട, ഏരിയ 0 വേണ്ട, EA വേണ്ട. ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരും പോയി കണ്ടോളാം. എന്റെ നൈബർ ആയിട്ടുള്ള ആരാണത്? R3. ആര് വെച്ചത്? R3 ആണോ? ആരാ നൈബർ? നൈബർ R3. അപ്പോൾ R5 അതിനകത്ത് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ടോട്ടൽ സ്റ്റബിലേക്ക് മാറ്റാൻ പോകണം. അതിന് മുമ്പ് നമുക്ക് അതിനകത്ത് എല്ലാ അപ്ഡേറ്റുകളും ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഡു ഷോ IP ചെക്ക് ചെയ്യാം. ഡു ഷോ IP റൂട്ട് ഇവിടെ ഉണ്ടോ? എല്ലാ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. OIA ഉണ്ട്, OE2 ഉണ്ട്. നമ്മൾ എന്താക്കാൻ വേണ്ടി പോവാ? ഇതൊന്നും വേണ്ട, എനിക്ക് എന്റെ നൈബർ ഐപ്പിലോട്ട് ഒരു ഡീഫോൾട്ട് റൂട്ട് മാത്രം മതി. ഓക്കെ, ടോട്ടലി സ്റ്റെപ്പ് ബാക്ക് പോവാണ്. ബിക്കോസ് ഐ എം വെരി വീക്ക് റൗട്ടർ. ഓക്കെ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് വളരെ പ്രോട്ടോകോളിനകത്താണ്. ഏരിയയുടെ ഐഡിയ എത്രയാണ്? 20. ടബ് എന്തായിരുന്നു കമാൻഡ്? സമ്മറി അല്ലേ? കമാൻഡ് എന്താ? സമ്മറി തന്നെയല്ലേ? നോക്കട്ടെ. ജോസം പറയില്ലേ? 20. എന്താ? ജോസം പറയില്ലേ? ഞാൻ ചോദിച്ചു. ഏരിയ ഡി നോ അല്ലേ? നോ ഹൈഫൻ സമ്മർ. റൗട്ടർ ആരാണ്? R3. R3 അകത്ത് കയറിയിട്ട് ഈ കമാൻഡ് ഒന്ന് പറഞ്ഞോളൂ. ഏരിയ 20. ഇനി നമ്മൾ R5 അപ്ഡേറ്റ് വന്നോട്ടെ. റീസെറ്റ് ആയി ലോഡിംഗ് ഡൺ വേണ്ടി മെസ്സേജ് വരും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ലോഡിംഗ് ഡൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും പോയി. ഏറ്റവും താഴെ കണ്ടോ? ഒരു ഡീഫോൾട്ട് റൂട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ R5 നിൽക്കുന്നത്. എനിക്ക് എല്ലായിടത്തേക്കും പിങ് കിട്ടും. R7ന്റെ ലൂപ്പ് ബാക്ക് 7.0.0.1 എന്റെ ടേബിളിനകത്ത് ഇല്ലാത്ത ഒരാളാണ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് EA ലൂപ്പ് ബാക്ക് ആണ്. ഏറ്റവും അറ്റത്ത് കിടക്കുന്ന EA ലൂപ്പ് ബാക്ക് ആണ് 6 എന്ന് പറയുന്നത്. നമ്മുടെ ടേബിളിൽ നിന്ന് എൻട്രീസ് സ്കിപ്പ് ആവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്ത് മിസ്സാവില്ല? അപ്ഡേറ്റുകളൊന്നും മിസ്സാവില്ല. എന്റെ നൈബർ വഴി എനിക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ട്രേസ് അടിച്ച് നോക്കാം. ഡു ട്രേസ് 7.0.0.1 ഉണ്ടോ? പോകുന്ന വഴികളെ കുറിച്ചെല്ലാം നമുക്ക് അറിയാൻ പറ്റും. 5.1 വഴി കടന്ന് 3.1 വഴി കടന്ന് 1.2 കടന്ന് 2.2 അതേപോലെ നിങ്ങൾക്ക് EA പോകുന്ന വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 6 എൻ്റർ കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വഴികളും കാണിച്ചു തരും. ടേബിളിൽ നിന്ന് എന്ത് പോകുന്നേ ഉള്ളൂ? അപ്ഡേറ്റുകൾ സ്കിപ്പ് ആവുന്നേ ഉള്ളൂ. എന്റെ നൈബറിന്റെ സഹായത്തോടു കൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടോപ്പോളജിക്കകത്തുള്ള ഏത് പോയിന്റിലോട്ട് നമുക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ R3 നമ്മൾ നോ സമ്മറി അടിച്ചില്ലെങ്കിൽ ഏതില? R3 അടിച്ചല്ലോ. അടിച്ചു നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വർക്ക് ആവില്ല, അത് ഫംഗ്ഷൻ ഉണ്ടാവില്ല. ആ ഏരിയക്കകത്ത് എത്ര റൗട്ട് വരുന്നുണ്ട് എല്ലാത്തിലും പറഞ്ഞാൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. ബോർഡർ റൗട്ടിന് അറിയണ്ടേ അയാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ള കാര്യം. എന്നാൽ മാത്രമേ ബോർഡർ റൗട്ടറിന് നമുക്ക് ഇങ്ങോട്ട് ഒരു ഡീഫോൾട്ട് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട് അനുവദിച്ചിരുള്ളൂ. അതെ, അത് ഫോം ആവണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നൈബറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ നൈബർ അങ്ങോട്ട് വരുന്ന ആൾക്കാർ അങ്ങോട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകുള്ളൂ. ഓക്കെ അല്ലേ? ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാബാണ്. ഞാൻ ചെറിയൊരു ടോപ്പോളജി വെച്ചെന്നുള്ളൂ. റിയൽ ടൈമിൽ ഇത് വലിയ ഒത്തിരി റൗട്ടേഴ്സും ഒത്തിരി നെറ്റ്വർക്ക്സും വരുന്ന ടോപ്പോളജി ആയിരിക്കും. നമ്മൾ ഇന്ന് മൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ഫസ്റ്റ് പറഞ്ഞില്ലേ DB, ആ മെസ്സേജ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഇതിനകത്തല്ലേ? അടുത്ത ആഴ്ച ഈ ലാബ് ഒന്ന് സേവ് ചെയ്ത് കാണിച്ചാൽ മതിയോ? മതി.